എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജിഷാദാണ്, മക്കയിൽ നിന്നാണ്. എന്നോട് കുറച്ച് പേരെങ്കിലും മെസ്സേജ് അയച്ച് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എങ്ങനെയാണ് ജിഷാദെ നമ്മൾ പെട്ടെന്ന് വന്ന് ഉംറ ചെയ്തിട്ട് ഏറ്റവും ചെറിയൊരു ചെലവിൽ എങ്ങനെയാണ് ചെയ്തു പോകാറ്? അതിന്റെ ജസ്റ്റ് ഒരു ബ്രീഫാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതായത് കുറച്ച് ഏജ്ഡ് ആൾക്കാർക്ക് നടക്കില്ല, യാത്ര ചെയ്യാന് അതുപോലെ ട്രാവലിംഗ് ഒന്നും ബുദ്ധിമുട്ടില്ലാത്ത ഏജൊക്കെ കുറഞ്ഞ ആൾക്കാർക്ക് വന്ന് ചെയ്തു പോകാൻ പറ്റിയൊരു പ്ലാനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അതായത് ഞാൻ ഇതിന്റെ ഒരു ഏജന്റ് അല്ല, അതായത് ഞാൻ അതിനെ പറയാം. ഞാൻ കുറച്ച് ആളുകളോട് ഡിസ്കസ് ചെയ്തതിനു ശേഷം വന്ന് എക്സ്പ്ലെയിൻ ചെയ്തെന്ന് മാത്രം. അതായത് നമ്മൾ ഒരു മാസം മുമ്പ് തന്നെ ഉംറന്റെ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുക, അതുപോലെ ടിക്കറ്റ്, രണ്ട് കാര്യങ്ങൾ നമ്മൾ ഒരു മാസം മുൻകൂട്ടി തന്നെ പ്ലാൻ ചെയ്യാം. ഏകദേശം ഉംറ വിസ വരുന്നത് നമുക്ക് 90 ദിവസത്തെ ഉംറ വിസ കിട്ടുന്നത് 11,000 രൂപക്കാണ്, ഇന്ത്യൻ മണി 11,000 രൂപക്കാണ്. അതിന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ട്. അതിന്റെ ഒരു മൊബൈൽ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, അവർ വിളിച്ച് കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അതുപോലെ ടിക്കറ്റ് പൊതുവെ ജിദ്ദയിലേക്ക് വരുമ്പോൾ ടിക്കറ്റ് റേറ്റ് പൊതുവെ കൂടുതലാണ് കമ്പാരിറ്റീവ്ലി നമ്മൾ റിയാദ് ദമാമ നോക്കുമ്പോൾ. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതാ ഞാൻ വീണ്ടും പറയണത്, വയസ്സായ ആളുകൾക്ക് നടക്കില്ല, യാത്ര ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്ക് പക്ഷെ ഇത് നടക്കും. കോഴിക്കോട് ദമാമ ഡയറക്ട് ഫ്ലൈറ്റ്, അതുപോലെ ദമാമ കോഴിക്കോട് അപ്പ് ആൻഡ് ഡൗൺ ടിക്കറ്റ് നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്യുക, മുൻകൂട്ടി ബുക്ക് ചെയ്യുക. ഇപ്പോഴൊക്കെ നോക്കുമ്പോൾ 18,000 രൂപയാണ് ഇന്ത്യൻ മണി കാണിക്കുന്നത്. ഇൻഡിഗോ ഉണ്ട്, എയർ ഇന്ത്യ ഉണ്ട്, രാവിലെ കോഴിക്കോട്ട്. അതേപോലെ നമ്മൾ 5 ദിവസത്തെ പാക്കേജ് ആണ് അതിൽ ഞാൻ സജസ്റ്റ് ചെയ്യണത് വരുന്ന ആൾക്കാർക്ക്. അതായത് ഉച്ചയ്ക്ക് ഏകദേശം ഒരു 1:30 ബുധനാഴ്ച ആ റേഞ്ചിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ 5 ദിവസത്തെ പാക്കേജ് ദമാമെന്ന് എടുക്കാം. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്, മൊബൈൽ നമ്പർ. അപ്പൊ അവര് ഡീറ്റെയിൽസ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മൾ പോണെന്ന് പറഞ്ഞാൽ ദമാമെന്ന് മക്ക, അതുപോലെ മക്കയിൽ നിന്ന് മദീന, മദീനയിൽ നിന്ന് ദമാമ. അതിനാണ് നമുക്ക് ചാർജ് വരുന്നത് 180 റിയാല്. ഓക്കെ, അതിൽ ഫുഡും അതുപോലെ റൂമും ഉൾപ്പെടില്ല. അപ്പൊ നമ്മൾ മക്കയിൽ വരുമ്പോൾ അതിന്റെ കൂടെ നിങ്ങളുടെ കൂടെ അമീർ ഉണ്ടാവും ഈ ബസ്സിൽ. അപ്പൊ അവര് റൂമും ഫുഡും അറേഞ്ച് ചെയ്ത് തരും. അപ്പൊ നമ്മൾ അതിന്റെ എക്സ്പെൻസ് മാത്രം കൊടുത്താൽ മതി. അപ്പൊ ഈ 5 ദിവസത്തിന് നമുക്ക് ഏകദേശം 210 റിയാല് മക്കയിലും മദീനയും കൂടെ ചെലവ് വരും. അപ്പൊ ടോട്ടൽ എത്ര വരുന്നുണ്ട്? 210, 180, 390, ഏകദേശം 400 റിയാല്. 400 റിയാല് നമ്മൾ ഇന്ത്യൻ മണിയിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ 8,900, ഏകദേശം 9,000 രൂപന്റെ അടുത്ത് ചാർജ് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു എക്സ്പെൻസ് നമുക്ക് വരുന്നുള്ളൂ 11, 18, അതുപോലെ 8,900, ഏകദേശം 38,000 രൂപയാണ് നമുക്ക് ഏകദേശം ഇപ്പത്തെ ഒരു റേഞ്ച് നോക്കിയപ്പോ ടിക്കറ്റ് വരുന്നത്. അതായത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്യണം. അതായത് റമദാൻ മാസം, അതുപോലെ പീക്ക് ടൈം അപ്പോഴൊന്നും നടക്കില്ല. ഈ ഒരു നവംബർ, ഡിസംബർ ആ സമയത്തൊക്കെ ഈ ഒരു റേഞ്ചിന് നമുക്ക് ടിക്കറ്റ് കിട്ടും. പൊതുവെ ടിക്കറ്റ് ആണ് നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരുന്നത്. അതായത് ജിദ്ദയൊക്കെ എടുക്കുമ്പോൾ നല്ല റേറ്റ് ആണ് ടിക്കറ്റ്. അപ്പൊ ഇങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്ത് നോക്കുക. ഡീറ്റെയിൽസ്, അതായത് ദമാമിലത്തെ മൊബൈൽ നമ്പറും ഇന്ത്യയിൽ ടിക്കറ്റ് എടുക്കുന്ന മൊബൈൽ നമ്പറും താഴെ കൊടുക്കുന്നുണ്ട്. ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, എപ്പോഴാണ് ടിക്കറ്റ് എടുക്കേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റിപ്ലൈ തരാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ അതിന്റെ കൂടെ പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ഉംറ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ഈ ഒരു വഴി നോക്കാം. സമയക്കുറവൊക്കെ ഉള്ള ആൾക്കാർ, ഇപ്പൊ നമ്മൾ കാശ്മീരും മണാലിയൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരാ. അപ്പൊ ആ റേഞ്ചിലൊക്കെ തന്നെ വരുള്ളൂ. ഇപ്പൊ നാട്ടിൽ നിന്ന് നമ്മുടെ പാക്കേജിൽ ഒരു 80 റുപ്യൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു പകുതി പൈസക്ക് നമുക്ക് വരാൻ പറ്റും. പക്ഷെ കുറച്ച് റിസ്ക് എടുക്കണം. വീണ്ടും ഞാൻ പറയണം, ഏജ്ഡ് ആയ ആൾക്കാർക്ക് പറ്റില്ല. ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർക്ക് ഇത് നല്ലൊരു വഴിയാണ്. പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഫുഡിനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് കരുതാം. അതായത് കുക്കിങ്ങിനുള്ളതല്ല, നേന്ത്രപ്പഴം അങ്ങനെയുള്ള സംഭവങ്ങൾ കരുതി കഴിഞ്ഞാൽ നമ്മുടെ യാത്രയിൽ ഉള്ള ഫുഡും അതുകൂടെ കവർ ചെയ്യും. അപ്പൊ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസ കൊണ്ട് മക്കയിലും മദീനയിലും അതുപോലെ ഉംറയും സിയാറത്തൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിലേക്ക് പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ വേറെ നമുക്ക് ജിദ്ദയ്ക്ക് വന്നിട്ടുള്ള പാക്കേജ് ആണെന്നുണ്ടെങ്കിലും ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. അതായത് നാട്ടിൽ നിന്ന് വിസയും ടിക്കറ്റും എടുത്തിട്ട് വരിക, കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ എടുത്ത് ജിദ്ദയിൽ വന്നിട്ട് അവിടുന്ന് ജിദ്ദയിൽ നിന്ന് മക്കയിൽ വന്നുള്ള പാക്കേജുകൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഓക്കെ, ബൈ.